ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമുക്ക് വളരെ കൂളായിട്ടുള്ള ഒരു കഥ കേട്ടാലോ. ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ ഭാര്യ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ കൊട്ടാരത്തിൽ ആരും സന്തോഷിക്കാൻ പാടില്ല എന്നാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ 12 പെൺകുട്ടികളെയും കൊട്ടാരത്തിന്റെ പുറത്തേക്ക് വിടാതെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് വളർത്തുകയാണ്. എന്നാൽ ഒരു ദിവസം രാജാവ് ഒരു കാര്യം കണ്ടുപിടിച്ചു. രാത്രിയാകുമ്പോൾ ഈ പെൺകുട്ടികൾ 12 പേരും എങ്ങോട്ടോ പോകുന്നുണ്ട്. കാരണം പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഇവരുടെ ചെരുപ്പുകളിൽ ഓട്ട കാണുന്നുണ്ട്. പക്ഷേ ശക്തമായ കാവൽക്കാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ കുമാരിമാർക്ക് ഒരിക്കലും പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുമാരിമാർ രാത്രിയാകുമ്പോൾ എവിടെയാണ് പോകുന്നത്? ആ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് പല ആൾക്കാരെയും രാജാവ് ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ആരെങ്കിലും ഒരാൾ വന്നാൽ 3 ദിവസമേ അയാൾക്ക് സമയമുള്ളൂ. ആ 3 ദിവസം കൊണ്ട് ഇയാൾ അത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ 3ാമത്തെ ദിവസം അയാളുടെ തലയുണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം ആ കൊട്ടാരത്തിലേക്ക് ഒരാൾ വരുന്നുണ്ട്, ഒരു പാവം ചെറുപ്പക്കാരൻ. അതുപോലെ തന്നെ ഈ കുമാരിമാർ രാത്രിയാകുമ്പോൾ എന്തായിരിക്കും ആ ഒരു കൊട്ടാരത്തിൽ ചെയ്യുന്നുണ്ടാവുക? അവരെങ്ങനെയായിരിക്കും കൊട്ടാരത്തിന്റെ വെളിയിലേക്ക് പോകുന്നുണ്ടാവുക? എന്ത് രഹസ്യമാണ് ആ ഒരു കൊട്ടാരത്തിൽ ആ 12 കുമാരിമാര് ഒളിപ്പിക്കുന്നത്? എന്തായാലും ആ ഒരു കഥ നമുക്ക് കേൾക്കുകയില്ലേ? ആ കഥയിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ആ രാജാവിനെ കാണിക്കുകയാണ്. ഇയാളുടെ ഭാര്യ ഒരു 10 വർഷം മുന്നേ മരിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം ഈ രാജാവ് ഭയങ്കര ശോകത്തിലാണ്. രാവിലെ തന്നെ ഭാര്യയുടെ കാര്യം ആലോചിച്ചിട്ട് വേഗം ചാടി എഴുന്നേൽക്കുകയാണ്. മാത്രമല്ല ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. ഭാര്യ അന്ന് മരിച്ചതിന് ശേഷം ഇതുവരെയായിട്ടും ഈ രാജാവ് സന്തോഷത്തോടു കൂടിയിട്ട് ഇരുന്നിട്ടില്ല. ഇനി മുഴുവൻ എന്റെ ലൈഫിൽ ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് പ്രതിജ്ഞ വരെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ രാജാവിന് 12 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളും ഇനി സന്തോഷം അറിയണ്ട. അമ്മയെ ആലോചിച്ചിട്ട് അവര് എപ്പോഴും വിഷമിച്ചിരിക്കണം. അവരിനി പുറത്തേക്ക് പോകാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ജയിലിലിട്ടതുപോലെ തന്നെ ഈ ഒരു കൊട്ടാരത്തിൽ അവരെ പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 12 രാജകുമാരികൾക്കും ഭയങ്കരമായിട്ടുള്ളൊരു മടുപ്പാണ് അച്ഛന്റെ ഈ ഒരു സ്വഭാവം കാരണം. പിന്നീട് ഈ പെൺകുട്ടികളുണ്ടല്ലോ, അതായത് രാജകുമാരിമാര്, അവരുടെ റൂമിലേക്ക് ഈ നാട്ടിലെ മന്ത്രി പോവാണ്. പോയ പാട് തന്നെ നേരം കുറെ ആയല്ലോ, സൂര്യൻ അങ്ങ് ഉച്ചയിലെത്തി, എന്നിട്ടും എന്താ ആരും എഴുന്നേൽക്കാത്തത്? വേഗം എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 12 കുമാരിമാരെയും എഴുന്നേൽപ്പിക്കുകയാണ്. ഇതേ നേരം തന്നെ മന്ത്രി ഇവരുടെ ഷൂവും പരിശോധിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു ഷൂവിൽ ഒരു ഹോള് വന്നിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഇന്നലെ രാത്രി നിങ്ങൾ പോയായിരുന്നല്ലേ? അതായത് കഥയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജാവ് ഈ ഒരു പെൺകുട്ടികളെ പുറത്തേക്ക് വിടില്ല. എന്നാൽ രാത്രിയാവുന്ന സമയത്ത് ഈ 12 ആൾക്കാരും ഈ കൊട്ടാരം വിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. എന്നാൽ എങ്ങനെ പോകുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു, അത് വല്ലാത്തൊരു സീക്രട്ടാണ്. ഇതുവരെയായിട്ടും ആ ഒരു കാര്യം ആർക്കും അറിയില്ല. ഇപ്പൊ മന്ത്രി പറയാണ്, നിങ്ങൾ എന്തായാലും എന്നോട് പറയണ്ട, പക്ഷേ രാജാവിനോട്, നിങ്ങളുടെ അച്ഛനോട് ഒരു വട്ടം നിങ്ങളിത് പറയേണ്ടി വരും. ഇതെല്ലാം കേട്ടപ്പോൾ പെൺകുട്ടികൾ ഈ മന്ത്രിയെ നോക്കി ഒന്ന് കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. അതായത് ഈ 12 പേർക്കും ഈ മന്ത്രി ഒട്ടും ഇഷ്ടമല്ല. പിന്നീട് ഈ 12 പേരും എഴുന്നേറ്റ സമയത്ത് ഇവരുടെ അച്ഛന്റെ, അതായത് രാജാവിന്റെ ആ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. അതായത് ഭാര്യയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരും. അപ്പോൾ ഉറക്കനെ നിലവിളിച്ച കാര്യം. അപ്പൊ ആ ഒരു കരച്ചിൽ കൊട്ടാരത്തിൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാവരും ചെവി പൊത്തി അങ്ങനെ നിൽക്കുന്നു, തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കരച്ചിൽ കുമാരിമാരും കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ഛന്റെ ഈ സ്വഭാവം കാരണം എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. പ്രധാനമായിട്ടും ആ കൂട്ടത്തിലെ അമാൻഡ എന്ന് പറഞ്ഞ ഒരു കുമാരിക്ക്. മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ബാക്കിയുള്ള 11 ആൾക്കാരുടെ ഷൂവിലും ഇതുപോലെ ഹോൾ ഉണ്ടാവും. എന്നാൽ അമാൻഡയുടെ ഷൂവിൽ മാത്രം ഹോള് വരാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. അതിന്റെന്നല്ല, പെൺകുട്ടികൾ രാത്രി എവിടെയാ പോകുന്നതെന്നൊന്നും ആർക്കും അറിയില്ല. ഇതേ നേരം തന്നെ അച്ഛന്റെ ഈ ഒരു സ്വഭാവം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് എന്ന് അമാൻഡ ബാക്കിയുള്ളവരോട് പറഞ്ഞപ്പോൾ, ഓഹോ, നിനക്ക് അച്ഛനെ കുറിച്ച് ആലോചിച്ച് മാത്രമേ വിഷമുള്ളൂ അല്ലേ? ഞങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് ആര് വിഷമിക്കും? ഇതെല്ലാം പറഞ്ഞ് അവര് ഭയങ്കര ജോളിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ അമാൻഡ എപ്പോഴും മുഖത്ത് ഒരു വിഷാദത്തോടെയാണ് ഇരിക്കാറ്. ഇതിനുശേഷം സീൻ കട്ടായി മറ്റൊരു സ്ഥലത്ത് കാണിക്കുകയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോഷുവയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നാടോടി പയ്യൻ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല. അവന് വീടുമില്ല, വീട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല, ഒന്നുമില്ല. ഈ ആകാശത്ത് കൂടെ പറക്കുന്ന പക്ഷികളുണ്ടല്ലോ, അതുപോലെയാണ് ജോഷുവ. അവന്റെ ജോലി എന്താന്ന് വെച്ചാൽ ഈ പപ്പറ്റ് ഷോ ഉണ്ടല്ലോ, അതായത് പാവകളെ കൊണ്ട് ഓരോ നാട്ടിലേക്ക് പോകും. അവിടുത്തെ തെരുവുകളിലേക്ക് ആൾക്കാർ വരുമ്പോൾ ആ ഒരു ഷോ എല്ലാം കാണിച്ച് അവരൊന്ന് രസിപ്പിക്കും. അവരെന്തെങ്കിലും കൊടുത്താൽ മാത്രം ജോഷു മേടിക്കുക കേട്ടോ. ഉള്ളത് വെച്ച് അങ്ങനെ ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. എപ്പോഴും സന്തോഷമാണ് അവന്റെ ലൈഫിൽ. കാരണം അവൻ കൂടുതലായിട്ട് ഒന്നും ആഗ്രഹിക്കാറില്ല. ഇപ്പൊ തന്നെ അവന്റെ ചെരുപ്പിലേക്ക് നോക്കുകയാണ്, അയ്യോ പൊട്ടിപ്പോയല്ലോ, തൽക്കാലം തുന്നിയിട്ട് ഇത് വെച്ച് നടക്കാന്ന് പറയാണ്. അതായത് അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അവന്. പക്ഷെ എന്തൊക്കെയായാലും വിശപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ ആ വിശപ്പിനുള്ള സാധനം കിട്ടിയാലല്ലേ നമ്മുടെ വയറൊന്നും ഒതുങ്ങുള്ളൂ. എന്തായാലും ജോഷു നോക്കുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒന്നുമില്ല. ആ സമയത്ത് എന്തോ പെറുവിറുത്തുകൊണ്ട് ഒരു അമ്മച്ചി അതിലൂടെ പോകുന്നുണ്ട് കേട്ടോ. ഈ രാജാവിന് സ്ഥിരമുള്ള പരിപാടിയാണ് വെറുതെ കിടന്ന് നിലവിളിക്കുക. എന്റെ പാല് മുഴുവൻ തൈരായി പോയി, ഇനിയിപ്പോ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും അമ്മച്ചിയെ കണ്ടപാട് തന്നെ ജോഷു വിളിക്കാണ്, അമ്മച്ചി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണ്. ഉണ്ട് മോനെ, ഇത് വെറുതെ കളയാൻ നിൽക്കായിരുന്നു, ഇത് നീ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ജോഷുവൊക്കെ ആ ഒരു തൈര് കൊടുക്കുകയാണ്. അതും കുടിച്ചുകൊണ്ട് ജോഷു ഇപ്പം നേരെ പട്ടണത്തിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ കൊട്ടാരത്തിൽ കാണിക്കുന്നുണ്ട് രാജാവിന് ഭയങ്കര വിഷമാണ്. ഇപ്പൊ മന്ത്രിയോട് ചോദിക്കുകയാണ്, എന്താണോ ഇവിടെ നടക്കുന്നത്? എന്റെ കുട്ടികൾ രാത്രിയാകുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? അവർക്ക് എന്തായി സംഭവിക്കുന്നത്? ഇപ്പൊ മന്ത്രി പറയാണ്, രാജാവെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒരു കാരണവശാലും അവരെവിടെയും പോകുന്നില്ല. കാരണം പുറത്ത് അത്രയും ശക്തമായ കാവൽക്കാരുണ്ട്. അവരുടെ കണ്ണ് വെട്ടിച്ച് ഈ 12 പേരും എങ്ങനെ പോകാനാണ്? അപ്പൊ രാജാവിനൊരു സംശയം, ഇനി ആരെങ്കിലും പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരാറുണ്ടോ? മന്ത്രി പറയാണ്, ഏയ് അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല, എന്റെ കാവൽക്കാരവിടെ 24 മണിക്കൂറും ഉണ്ടാവും. എന്തായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര വിഷമാവുകയാണ്. ഞാൻ എന്തായാലും
അധിക നാളൊന്നും ഉണ്ടാവില്ല. എന്റെ ഭാര്യയുടെ കാര്യം ആലോചിച്ച് ഞാൻ എന്തായാലും തീരും. പക്ഷെ അതിനുശേഷം എന്റെ മക്കൾ ആര് നോക്കും, ഈ രാജ്യം ആര് നോക്കും? ഇത് കേട്ട സമയത്ത് മന്ത്രിയുടെ ഉള്ളിൽ ഒരു എന്താ പറയാ സന്തോഷം വരുന്നുണ്ട്. അതായത് രാജാവ് വേഗം മരിക്കാൻ പോകാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനം എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഈ മന്ത്രി. പ്രധാനമായിട്ടും രാജാവിന്റെ മകളുണ്ടല്ലോ അമാൻഡ, അവളെ വിവാഹം കഴിച്ച് രാജാവാകണമെന്നാണ് ആഗ്രഹം. അപ്പൊ മന്ത്രി പറയാണ്, രാജാവെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, നിങ്ങൾ പോയിട്ട് മക്കളോട് ചോദിക്കണം നിങ്ങൾ എങ്ങോട്ടാ രാത്രി പോന്നേന്ന്. അതിനുള്ള അധികാരം രാജാവിനില്ലേ? അതുപോലെ തന്നെ രാജാവിന്റെ കാലശേഷം ഈ രാജ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അതിനുള്ള നല്ല ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഈ മന്ത്രിയെ കുറിച്ച് തന്നെയാണ് മന്ത്രി പറയുന്നത്. എന്നാൽ ഈ പാവൻ രാജാവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ രാജ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജോഷുവ. ആ സമയത്തിൽ വഴിയിൽ വെച്ച് ഒരു പൂച്ചയെ കാണുന്നുണ്ട്. അതിനെ നോക്കിയിട്ട് അവൻ മുന്നോട്ടേക്ക് പോകണം. എന്നാൽ പിന്നീട് കാണിക്കുമ്പോൾ ആ ഒരു പൂച്ചയുടെ പകരം അവിടെ ഉണ്ടായിരുന്നത് ഒരു മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയുടെ കയ്യിൽ ഒരു കെട്ട് വിറകുണ്ടായിരുന്നു. അപ്പൊ മുത്തശ്ശി ജോഷിയെ വിളിക്കണം, ഡാ മോനെ ഒന്ന് നിൽക്കുമെന്ന് ചോദിക്കണം. ജോഷി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആ ഒരു പൂച്ചയെ കാണാനില്ല, പകരം മുത്തശ്ശിയാണ്. ആ ഒരു പൂച്ച എവിടെ പോയി? പൂച്ചയെല്ലാം കാട്ടിലേക്ക് പോയി. നീ അതൊന്നും നോക്കണ്ട, നിനക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റും. ദാ ഈ കാണുന്ന വിറകുണ്ടല്ലോ, അത് ചുമക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുകയാണ്. ജോഷുവ ആയിക്കോട്ടെ എന്ന് പറയാണ്. പക്ഷെ അവന്റെ ആ ഒരു പാവകളുണ്ടല്ലോ അത് വെച്ചാണ് പറയുന്നത് കേട്ടോ. എന്തായാലും മുത്തശ്ശിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഇതേ നേരം തന്നെ കൊട്ടാരത്തിൽ നോക്കുകയാണെങ്കിൽ മന്ത്രി അങ്ങനെ മൂപ്പിച്ചു കൊടുത്ത് രാജാവ് ഇപ്പൊ 12 മക്കളെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. രാജാവ് നല്ല ദേഷ്യത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്, എന്നിട്ടും നിങ്ങൾ എല്ലാവരും രാത്രി എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? പക്ഷേ നിങ്ങൾ പുറത്തു പോയിട്ടില്ല എന്ന് എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളുടെ ഷോയിൽ ഒരുപാട് നേരം നടന്നതിന്റെ പാടുകൾ, അതായത് ആ ഒരു ഹോള് വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കുമാരിമാര് പറയാണ്, അത് പിന്നെ അച്ഛാ ചിലപ്പോ എലി കടിച്ചതായിരിക്കും, വെറുതെ എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട. ഞാൻ വെറും നിങ്ങളുടെ അച്ഛൻ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സർവാധികാരിയാണ്, രാജാവാണ്. എന്റെ വിഷമവും കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. എന്റെ ഉള്ളിലെ ദുഃഖം നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതേ നേരം തന്നെ കുമാരിമാരും പറയുന്നുണ്ട്, ഞങ്ങളുടെ ഉള്ളിലെ ദുഃഖം എന്താ ആരും മനസ്സിലാക്കാത്തത്? കാരണം എത്രയോ വർഷമായിട്ട് ഈ കൊട്ടാരത്തിന്റെ പുറത്തേക്ക് വിടാതെ ഇവരെല്ലാവരെയും അവിടെ പൂട്ടി വെച്ചിരിക്കുകയാണല്ലോ. എന്തായാലും ഇപ്പൊ രാജാവ് ഈ കുട്ടികളെ മുഴുവനായിട്ടും ചോദ്യം ചെയ്യുന്ന സമയത്ത് മന്ത്രി എന്താക്കി ഈ പിള്ളേരുടെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ മുഴുവനായിട്ടും അരിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇനി എങ്ങാനും ഇവർ തറയിൽ ഓട്ടയുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലൂടെ പോകുന്നെന്ന് അറിയാൻ ഈ കട്ടിലിന്റെ അടിയിലൊക്കെ നോക്കുന്നുണ്ട്. പുറത്തേക്ക് പോയതിന്റെ യാതൊരു ലക്ഷണവുമില്ല, അങ്ങനെയൊന്നും അവിടെ കാണാനുമില്ല. ഇതേ സമയത്ത് അമാൻഡയുടെ ഒരു ഷാൾ ഇപ്പം മന്ത്രിക്ക് കിട്ടുകയാണ്. അത് വേഗം തന്നെ കയ്യിലെടുത്ത്, എന്റെ പൊന്നമാൻഡ, ഒരു ദിവസം നീ എന്റെ കയ്യിൽ വരും, നീ എന്റെ ഭാര്യയാവും, അന്ന് ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവും ആവും. ഇതൊക്കെ പറഞ്ഞ ഒരു പ്രാന്തനെ പോലെ ആ ഒരു ഷാളെല്ലാം തലയിൽ ചുറ്റി അവളുടെ ഒരു എന്താ പറയാ ലിപ്സ്റ്റിക് ഒക്കെ ചുണ്ടിലിട്ടുകൊണ്ട് കണ്ണാടിയിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അതേ നേരം തന്നെ മന്ത്രിക്ക് അവിടെ വെച്ച് വലിയൊരു ഷാള് കിട്ടുകയാണ്. ഇത്രയും വലിയ ഷാള് എന്തിനാ റൂമിൽ വെക്കുന്നത്? അപ്പൊ ഇതുവഴിയാണ് ജനലിലൂടെ ഇവര് താഴേക്ക് ഇറങ്ങുന്നത്. മന്ത്രിക്ക് കാര്യം മനസ്സിലായി. ആ ഒരു ഷാൾ എടുത്ത് പുറത്തിടുകയാണ്. അപ്പൊ ഇതുവഴി തന്നെയാണ് ഇവർ ഇറങ്ങുന്നത്. എന്നാ പിന്നെ അതിലൂടെ എനിക്കൊന്ന് ഇറങ്ങി നോക്കണല്ലോ. അങ്ങനെ മന്ത്രി ആ ഒരു ഷാളും പിടിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോ താഴെ വരെയൊന്നും ആ ഒരു ഷാൾ എത്തുന്നില്ല, അത് പകുതി വരെയായിട്ട് നിൽക്കുകയാണ്. എന്നെങ്കിലും ഈ ഒരു മന്ത്രി ഇതുപോലെ തപ്പി വരുന്നറിയാം. അപ്പൊ മന്ത്രിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 12 കുമാരിമാരും ഇതുപോലെ ഷാൾ ഇട്ട് വെച്ചത്. എന്തായാലും മണ്ടനായ മന്ത്രി അതിൽ വന്ന് ചാടുകയും ചെയ്തു. ഇപ്പൊ മന്ത്രി ഷാൾ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിയല്ലോ, എന്നാൽ പകുതിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ താഴേക്ക് എങ്ങനെ പോയെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ താഴെ വൈക്കോൽക്കൂന കാണുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് അതിലേക്ക് എടുത്തു ചാടുകയാണ്. എന്നാൽ ഓൾറെഡി കുമാരിമാര് അതിലെന്ത് വെച്ചിട്ടുണ്ട്? ഒരു കമ്പി വെച്ചിട്ടുണ്ട്. മച്ചാന്റെ ആസനത്തിലേക്ക് അതങ്ങോട്ട് കയറി പോകുന്നുണ്ട്. എന്താ ചെയ്യാ, കൂക്കി നിലവിളിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രി അവിടെ നിന്ന് പായാണ്. എന്തായാലും ഭാവി രാജാവിന്റെ ആസനം ഗുദാവഹ. അതുപോലെ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു മുത്തശ്ശി പറഞ്ഞ ആ ഒരു വിറകേട്ടുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് കൊട്ടാരമുള്ള ആ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജോഷിയും അതുപോലെ തന്നെ മുത്തശ്ശിയും. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിന്റെ പരിപാടിയൊക്കെ, എന്താ നീ പണി ചെയ്യുന്നത്? അപ്പൊ ജോഷിയോ കാര്യങ്ങളൊക്കെ പറയണം, ഞാൻ ഇതുപോലെ ഒരു പാവക്കളിക്കാരനാണ്, ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ മേടിക്കും, അത്ര തന്നെ. എന്തായാലും ഓരോന്ന് സംസാരിച്ച് രണ്ടുപേരും ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ ഈ ചെയ്ത ജോലിക്ക് നിനക്ക് എത്രയാ വേണ്ടത്? അയ്യോ മുത്തശ്ശി, അതിന് കാശൊന്നും വേണ്ട കേട്ടോ, ഞാൻ ചുമ്മാ ഒരു സഹായം ചെയ്തു അത്രമാത്രം. ആണോ, നിനക്കൊന്നും വേണ്ട അല്ലേ? എന്തായാലും നീ ഈ ചെയ്തതിന് ഒരു ദിവസം നിനക്കൊരു നല്ലൊരു പ്രതിഫലം കിട്ടിയിരിക്കും. അങ്ങനെ ഈ ഒരു മുത്തശ്ശി ജോഷു അനുഗ്രഹിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ ജോഷു തിരിഞ്ഞു നോക്കിയപ്പോൾ മുത്തശ്ശി അവിടെ ഇല്ല, പകരം ആ ഒരു കറുത്ത പൂച്ച തന്നെ. അവനാകെ കൺഫ്യൂഷൻ ആവുകയാണ്. നേരത്തെ അവിടെ പൂച്ച നോക്കിയപ്പോ പിന്നെ ഇവിടെ മുത്തശ്ശി നോക്കിയപ്പോ ഇപ്പൊ മുത്തശ്ശീനെയും കാണുന്നില്ല, പൂച്ചേനെ കാണുന്നത്. എന്തത്? എന്തെങ്കിലും ആവട്ടെ. പിന്നീട് അവൻ അവന്റെ പണി നോക്കുകയാണ്. ഇതേ നേരം തന്നെ കൊട്ടാരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ 12 കുമാരിമാര് അതിൽ 11 പേരുടെ ഷോ ഇങ്ങനെ ഓട്ടയായിട്ടുണ്ടല്ലോ, അതെല്ലാം അടുത്ത ആ ഒരു പണിക്കാർ നന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് മന്ത്രിയും വരുന്നുണ്ട്. വരുമ്പോ തന്നെ ആസനം ചൊറിഞ്ഞോണ്ടാ വരുന്നത്. നല്ല ഉഗ്രം കമ്പിയല്ല കയറിയിരിക്കുന്നത്. ഇത് കണ്ടപാട് തന്നെ ഈ മന്ത്രി കുമാരിമാരി കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്തായി മന്ത്രി, വല്ല രഹസ്യം കണ്ടുപിടിച്ചോ? നോക്കിക്കോ, ഒരു ദിവസം ഞാൻ നിങ്ങളുടെ രഹസ്യമൊക്കെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് മന്ത്രി നേരെ രാജാവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് രാജാവ് അല്പം ദേഷ്യത്തിലാണ്. രാജാവ് പറയണം, പുതിയൊരാളെ ഏർപ്പാടാക്കണം. എന്താണ് ഇവരുടെ രഹസ്യം, അതെനിക്ക് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപാട് അമാന്റെയും ബാക്കിയുള്ള 11 പേര് വേഗം അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അച്ഛാ, അത് വീണ്ടും വേണോ, അങ്ങനെ ചെയ്യണോ, മഹാപാപം ചെയ്യില്ലെന്ന് പറയണം. ഇവരിങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇവരുടെ ഈ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് പല ചെറുപ്പക്കാരെയും ഈ ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ 3 ദിവസം സമയം കൊടുക്കും. ഈ 3 ദിവസം കൊണ്ട് ഇവർ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ആ ചെറുപ്പക്കാരെ അവിടെ വെച്ച് തൂക്കി കൊന്നുകളയും. അതുപോലെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് കുമാരിമാര് ഇത് ചെയ്യേണ്ട, അത് മഹാപാപ എന്ന് പറഞ്ഞത്. ഇതേ നേരം തന്നെ കൊട്ടാരത്തിന് പുറത്ത് നോക്കുകയാണെങ്കിൽ ജോഷോ അവന്റെ ആ ഒരു പപ്പറ്റ് ഷോ അത് നടത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും
എല്ലാവരും വന്ന് അത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോഷി പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു കാശ് തന്നാൽ മതി. അങ്ങനെ ചോദിച്ച് അവിടെ ആ ഒരു പാത്രവും വെക്കുന്നുണ്ട്. എന്നാൽ ആരും ഒന്നും കൊടുക്കുന്നില്ല. ഒന്നോ രണ്ടു പേര് വന്നിട്ട് ഇച്ചിരി കാശൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം കൊട്ടാരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് മന്ത്രി കാണുന്നുണ്ട്. കിട്ടി, ഒരു ബലിയാടിന് കിട്ടിയെന്ന് പറയാണ്. ഇതേ നേരം തന്നെ കൊട്ടാരത്തിന്റെ ഉള്ളിലെ കുമാരിമാരെ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും വിഷമത്തിലാണ്. നമുക്ക് വേണ്ടി ഒരാളെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ആ പാവത്തിനെയും കൊല്ലാൻ പോകാനുള്ള ഇവര്. ഈ സമയത്തിന് ബാക്കിയുള്ള കുമാരിമാര് അമാൻഡയുടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല അമാൻഡ, നിനക്ക് എന്താ ഒരു പ്രണയം കാര്യമൊന്നുമില്ലേ? നിനക്ക് കാര്യം വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അമാൻഡ പറയണേ, എനിക്ക് അങ്ങനത്തെ കുന്തമൊന്നുമില്ല, എനിക്ക് ആരോടും പ്രണയം തോന്നാറുമില്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഈ സമയത്ത് ബാക്കിയുള്ള കുമാരിമാര് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, ഒരാളോട് പ്രണയം തോന്നാനായിട്ട് അല്പനേരം മതി. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ ഏത് പാവത്തിനാണോ അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഈ സമയത്ത് ചിലരൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ആരും വരാൻ പോകുന്നില്ലാന്നേ, കാരണം നമ്മുടെ രഹസ്യം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ മരണപ്പെടുമെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ആരും വരാൻ പോകുന്നില്ല. എന്തായാലും ഇതിന് ശേഷം കാണിക്കുന്നത് ജോഷിയാണ്. അവനവന്റെ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി പോകാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മന്ത്രി വരുന്നുണ്ട്. മന്ത്രി വന്ന പാട് തന്നെ അവന്റെ പാത്രത്തിൽ കുറച്ച് നാണയങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ജോഷിക്ക് സന്തോഷമാവാണ്. കുഴപ്പമില്ലല്ലോ. മന്ത്രി പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് ഞാൻ നല്ലൊരു ജോലി തരാൻ വേണ്ടി പോവാണ്, അത് ചെയ്യാൻ നീ തയ്യാറാണോ? ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നല്ല കാശ് കിട്ടുമെന്ന് പറയണം. കൊട്ടാരത്തിൽ 12 കുമാരിമാരുണ്ട്. അവരുടെ ഒരു രഹസ്യം അത് നീ കണ്ടുപിടിക്കണം. സമ്മതമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് വന്നാൽ മതി എന്ന് പറയണം. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറയാണ്, ഡാ ചക്ക, നോക്കിയും കണ്ടു ഏറ്റെടുത്താൽ മതി കേട്ടോ, രഹസ്യം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തൂക്കിക്കൊല്ലും എന്നൊരു നിയമം കൂടി ഉണ്ട്. അത് കേട്ടപാടിന് ജോഷി പറയണം, അയ്യോ തല പോകുമോ? ഞാനില്ല, പൈസയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഉള്ളതും കൊണ്ട് ജീവിച്ചു പോയിക്കോളാം സാറേ, എന്നെ വിട്ടേക്കെന്ന് പറയണം. ഇതേ നേരത്താണ് ജോഷോ യാദൃശികമായിട്ട് കൊട്ടാരത്തിന്റെ ആ ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നമ്മുടെ അമാൻഡയെ കാണുന്നത്. ആ ഒരു സൗന്ദര്യത്തിൽ അവൻ അങ്ങോട്ട് വീണു പോവാണ്. അത് കുമാരിയാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ജോഷു പറയണം, മന്ത്രി നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. മന്ത്രി പറയണം, ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ മന്ത്രി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഒരു ജോഷി ഉണ്ടല്ലോ, അവന്റെ കാലിന്റെ ഇടയിലൂടെ ആ ഒരു കറുത്ത പൂച്ച വരികയാണ്. അല്പനേരം കൊണ്ട് തന്നെ ആ ഒരു പൂച്ചയെ കാണാതായി. പകരം അവിടെ ആ ഒരു മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശി വന്ന പാട് തന്നെ അവനൊരു ജാക്കറ്റ് നൽകുകയാണ്. മോനെ, ഇത് നീ ധരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ബേക്കിൽ ആ ഒരു തൊപ്പി, അതായത് ആ ഒരു ഹുഡി എടുത്ത് തലയിൽ ഇടുകയാണെങ്കിൽ നിന്നെ പിന്നെ ആർക്കും കാണാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഒരു മാജിക് കുപ്പായാണിത്. മാത്രമല്ല കൊട്ടാരത്തിലേക്ക് നീ പോവല്ലേ, രാത്രിയിൽ ആരെങ്കിലും എന്തെങ്കിലും കുടിക്കാൻ തന്നാൽ അത് നീ കുടിക്കരുത്. പകരം അത് കുടിച്ചതുപോലെ അഭിനയിച്ചിട്ട് നീ ഉറങ്ങിയതുപോലെയും കൂടെ അഭിനയിക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അതുപോലെ ചെയ്യാന്ന് ജോഷു പറയാണ്. പിന്നീട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശി അവിടെ കാണാനില്ല. നോക്കുമ്പോൾ എന്താ, ആ ഒരു കറുത്ത പൂച്ചയാണ് അതിലൂടെ പോകുന്നത്. വീണ്ടും ജോഷു ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അതായത് മുത്തശ്ശി എവിടെ ഈ പോകുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ. അതും പറഞ്ഞ് അവനിപ്പോ മുത്തശ്ശി കൊടുത്ത ആ ഒരു കോട്ടും അവന്റെ സാധനങ്ങളും ഇതെല്ലാം എടുത്ത് നേരെ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട്. അവന് സ്വീകരിക്കാനായിട്ട് അവിടെ മന്ത്രിയുണ്ട്. അപ്പം മന്ത്രി കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുന്നേ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതാണ്, ഇച്ചിരി ശോകത്തിലായിരിക്കും, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ഒന്ന് പെരുമാറിക്കുമെന്ന് പറയാണ്. അങ്ങനെ രാജാവിന്റെ അടുത്തേക്ക് മന്ത്രി ഇപ്പോൾ ജോഷിയും കൂടി പോകുന്നുണ്ട്. എന്നാൽ രാജാവിന് ജോഷിയെ കണ്ടിട്ട് അത്ര അങ്ങോട്ട് ബോധിക്കുന്നില്ല. ഇവൻ ഏതാ ഒരുമാതിരി ഒരു നാടോടി പയ്യനെ പോലെ ഉണ്ടല്ലോ, ഒരു പട്ടാളക്കാരനോ ഒരു കുമാരനോ ഒന്നും ആയിട്ട് എനിക്ക് തോന്നില്ല. എന്നാൽ മന്ത്രി നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അതായത് രാജാവ് പറഞ്ഞത് കൊണ്ട് ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം, രാജാവിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ മന്ത്രി പറയണ രാജാവെ കാണുന്നത് പോലെയല്ല, ഇവൻ നല്ലൊരു ഉഗ്രൻ പട്ടാളക്കാരനാണ്, വേഷം മാറി നടക്കുന്നതാണ്. ഇപ്പൊ രാജാവ് നേരിട്ട് ജോഷിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നീ എന്തൊക്കെയാ ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ ജോഷി അവന്റെ ആ ഒരു പാവകൾ എടുത്ത് കാണിച്ചിട്ട്, ഞാനൊരു പാവക്കളിക്കാരനാണ്, ദാ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു പറഞ്ഞപ്പോ രാജാവിന് ആകെ ചടച്ചു പോവാണ്. ഇവനെ കൊണ്ടൊന്നും നടക്കും തോന്നില്ല. എന്തായാലും കൊണ്ടുവന്നതല്ലേ, പക്ഷെ ഒരുപാട് സമയമൊന്നുമില്ല, 3 ദിവസം, അതിനുള്ളിൽ കുമാരിമാരുടെ രഹസ്യം കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അറിയാലോ എന്ന് പറഞ്ഞിട്ട് രാജാവ് അവിടുന്ന് പോകുന്നുണ്ട്. എന്തായാലും ഈ വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ ജോഷിയെ നോക്കാനായിട്ട് ആ 12 പേരും വന്നിട്ടുണ്ട്. അതിൽ അമാൻഡയ്ക്ക് ജോഷിയെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിഷമാവാണ്. എന്തായാലും ഇവരുടെ രഹസ്യം ജോഷിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസം കൊണ്ട് അവൻ മരിക്കാൻ വേണ്ടി പോകണം. അതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും ആ ഒരു വിഷമം തോന്നുന്നത്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. എവിടെയാണോ കുമാരിമാര്, അവരുടെ റൂമിന്റെ അരികിൽ തന്നെ ജോഷിക്ക് മുറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ജോഷി ആ ഒരു മുത്തശ്ശി കൊടുത്ത വസ്ത്രം ഉണ്ടല്ലോ അത് ധരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുമാരിമാരുടെ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ നല്ല രസമുള്ള ഒരു ചുവന്ന വൈൻ അതെടുക്കുകയാണ്. അതിലെന്തോ ഒരു മരുന്ന് കലർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു വൈന് അമാൻഡയോട് ജോഷിക്ക് കൊണ്ടേ കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ജോഷിയുടെ മുറിയിലേക്ക് ആ ഒരു വൈൻ എടുത്തുകൊണ്ട് അമാൻഡ വരികയാണ്. ഇത് നല്ല രസമുള്ള വൈനാണ്, ഒന്ന് കുടിച്ചു നോക്കുന്നു പറയണം. അപ്പൊ തന്നെ മുത്തശ്ശി പറഞ്ഞ കാര്യം ജോഷിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് ഒരിക്കലും വേണ്ടാന്ന് പറയരുത്, സാധനം മേടിക്കുക, എന്നിട്ട് കുടിച്ചതുപോലെ അഭിനയിക്കുക, അതിനുശേഷം ഉറങ്ങിയതുപോലെയും അഭിനയിക്കുക. എനിക്കിപ്പോ വിശപ്പൊന്നുമില്ല, എന്തായാലും നിങ്ങൾ തന്നെയല്ലേ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ജോഷി എന്തായാലും ആ ഒരു വൈന് മേടിക്കുകയാണ്. ഇതേ നേരം തന്നെ അമ്മാൻഡയെ വിളിക്കാനായിട്ട് മറ്റൊരു കുമാരി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ആ സമയം നോക്കിയിട്ട് ജോഷി ആ ഒരു വൈന് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടത്തിലേക്ക് മറിച്ച് കളഞ്ഞിട്ട് അത് കുടിച്ചതുപോലെ കാണിക്കുകയാണ് കേട്ടോ. അവൻ കുടിച്ചു കഴിഞ്ഞു എന്ന് അമ്മാൻഡയും വിചാരിച്ചു. അതുപോലെ തന്നെ കുടിച്ചു കഴിഞ്ഞ് അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ ഉറക്കത്തിലേക്ക് പോവാണ്, അഭിനയിക്കുകയാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ജോഷിയെ കണ്ട് വല്ലാത്തൊരു സങ്കടത്തിൽ അമ്മാൻഡ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ അമ്മാൻഡ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ആ ഒരു കോട്ടുണ്ടല്ലോ അതെടുത്തിടുകയാണ്. അതിന്റെ ആ ഒരു ഹുഡി ഇടാത്തത് കൊണ്ട് തന്നെ പകുതിയായിട്ട് അവൻ അങ്ങനെ മാഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ആ ഒരു ഹുഡി തലയിലിട്ടപ്പോൾ അവനെ ആരും കാണാൻ പറ്റാത്ത രീതിയിൽ മറഞ്ഞു പോകുന്നുണ്ട്. ഇതിനുശേഷം വേഗം തന്നെ ഈ കുമാരിമാരുടെ മുറി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് അവൻ വന്നു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. പകരം അവിടെ വലിയൊരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ വല്ലാത്തൊരു പ്രകാശം മാത്രം. അപ്പോൾ
അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് അറിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ അതൊന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാം. കുമാരിമാരുടെ മുറിയിലേക്ക് ജോഷു വന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത്? തിളങ്ങുന്ന അല്ലെങ്കിൽ നല്ല പ്രകാശമുള്ള ആ ഒരു വലിയ കണ്ണാടി. അതൊരു പോർട്ടൽ പോലെയാണെന്ന് ഇപ്പൊ ജോഷുക്ക് തോന്നി. അവൻ എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് പോകാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രകാശത്തിന്റെ കണ്ണാടിയിലൂടെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ മറ്റേതോ ഒരു മായാ ലോകത്തിലേക്ക് എത്തിയതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ലോകം. വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഇപ്പോൾ ജോഷുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ലോകത്തിലേക്കാണ് അപ്പോ കുമാരിമാര് രാത്രിയാകുമ്പോൾ വരുന്നത്. ഇന്ന് വരെ ആർക്കും ഈ ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മറിഞ്ഞിരുന്ന് ജോഷു നോക്കുന്ന സമയത്ത് ഈ 12 കുമാരിമാരുണ്ടല്ലോ ഭയങ്കര സന്തോഷത്തിൽ അതിലൂടെ അങ്ങനെ ഓടി നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു കുലുക്കം ജോഷിക്ക് ഫീൽ ആവുകയാണ്. നോക്കുമ്പോൾ എന്താണ്, രാവിലെ വന്നിട്ട് മന്ത്രി ഇയാളുടെ വടി കൊണ്ട് ജോഷിയെ കുത്തി എണീപ്പിക്കുകയാണ്. അല്ല, കുമാരിമാരുടെ രഹസ്യം കണ്ടുപിടിക്കാൻ വന്നിട്ട് നീ അവരെക്കാൾ കൂടുതൽ നേരം കിടന്നുറങ്ങുകയാണ്, മര്യാദക്ക് എഴുന്നേക്കട, വല്ല രഹസ്യം കണ്ടുപിടിച്ചോ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജോഷു പറയണം, ഏയ് ഞാൻ അവരുടെ രഹസ്യം കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയണം. എന്തായാലും ഇത് കേട്ട സമയത്ത് മന്ത്രിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. കാരണം ഈ രഹസ്യം ആരെങ്കിലും കണ്ടുപിടിക്കണമെന്നൊന്നും മന്ത്രിക്കില്ല. മന്ത്രിക്ക് എങ്ങനെയെങ്കിലും കുറെ ദിവസം കഴിയുമ്പോൾ രാജാവിനെ അങ്ങനെ പറഞ്ഞ് വശത്താക്കി ഇയാൾ ചാവുന്ന സമയത്ത് രാജാവിന്റെ സ്ഥാനത്ത് കയറിയിരിക്കണം, അമാന്റെയും കല്യാണം കഴിക്കണം. ഇത് മാത്രമേ ഇയാളുടെ മണ്ടയിലുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ജോഷ, ഇവൻ എന്തായാലും രഹസ്യം കണ്ടുപിടിക്കാൻ പോകുന്നില്ല. 3 ദിവസം കൊണ്ട് ഇവന്റെ കഥയും തീരും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ദുഷ്ടബുദ്ധി അല്ലെങ്കിൽ ഒരു ദുഷ്ട മനസ്സാണ് ഈ ഒരു മന്ത്രിക്ക്. എന്തായാലും രാവിലെ ആയപ്പോൾ തന്നെ രാജാവ് എഴുന്നേൽക്കാണ്. ഭാര്യയുടെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ തന്നെ സങ്കടമായിട്ട് ഉറക്കനെ കിടന്ന് അലറുകയാണ്. അങ്ങനെ അലറുന്ന സമയത്ത് കൊട്ടാരത്തിൽ എന്താ സംഭവിക്കുക? ബാക്കിയുള്ള കുട്ടികളടക്കം എല്ലാവരും ചെവിയും പൊത്തി അങ്ങനെ നിൽക്കും. പണ്ടാരം കരയാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുമാരിമാരെ നോക്കുകയാണെങ്കിൽ ജോഷിയുടെ കാര്യം ആലോചിച്ചിട്ട് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. കാരണം അവര് കരുതിയിരിക്കുന്നത് ഇവരുടെ സീക്രട്ട് അവൻ കണ്ടുപിടിച്ചിട്ടില്ല, 2 ദിവസം കൊണ്ട് അവൻ മരിച്ചു പോകുന്നൊക്കെയാണ്. എന്നാൽ ഇവരറിയാത്തൊരു കാര്യം ജോഷി ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂടെ തന്നെ ആ ഒരു ലോകത്തിലേക്ക് വന്ന ജോഷി ഉണ്ടല്ലോ, അവിടുത്തെ ഒരു ചെടിയുടെ ഒരു കമ്പ് പൊട്ടിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ലോകത്തിലെ ചെടി പോലെയല്ല, ആ ഒരു കമ്പ് കാണാൻ തന്നെ വളരെയധികം വ്യത്യസ്തമായിരുന്നു. പിന്നീട് കൊട്ടാരത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ ജോഷി ഒരു കാര്യം കാണുന്നുണ്ട്. അതായത് അവന് തൂക്കി കൊല്ലാൻ വേണ്ടി ആ ഒരു കഴുമര ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാനായിട്ട് ഒരു ആശാരി വന്നിരിക്കുകയാണ്. ഈ ആശാരിയുടെ അടുത്തേക്ക് പോയിട്ട് ജോഷി വളരെ കൂളായിട്ട് സംസാരിക്കുകയാണ്. അയാൾ എന്തെന്നാ ഉണ്ടാക്കുന്നത്? ജോഷുവെ തൂക്കിക്കൊല്ലാനുള്ള ആ ഒരു കഴുമര ഉണ്ടാക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന അമാൻഡ, അവൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൻ എന്താ ഇങ്ങനെ ഒരു പേടി, ഒരു കൂസലില്ലാതെ ഇങ്ങനെ നടക്കുന്നത്? മരണത്തിന് പേടിയില്ലേ? നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ജോഷിയോട് അമാൻഡ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജോഷി ഒരു കാര്യം പറയാണ്, എന്താണ് എപ്പോഴാണ് സംഭവിക്കാന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടു കൂടി ജീവിക്കുക. എന്തായാലും ജോഷി ഒരു കഥാപാത്രമാണ്, അവൻ ഇതുപോലെയൊക്കെ പറയാം. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമല്ലേ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഈ അമാൻഡ അതുപോലെ തന്നെ ജോഷി, ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മന്ത്രി കാണുന്നുണ്ട്. തീരെ ഇഷ്ടമാകുന്നില്ല. എന്നാൽ മന്ത്രി ഉള്ളിൽ വിചാരിക്കാണ് 2 ദിവസമല്ലേ, അത് കഴിഞ്ഞാൽ ഇവന്റെ കഥ തീർന്നോളൂ. സോ മന്ത്രി അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അമാൻഡയുടെ കൂടെ ജോഷു നേരെ ബാക്കിയുള്ള കുമാരിമാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പൊ ജോഷു ഓരോ തമാശയൊക്കെ പറഞ്ഞപ്പോൾ ഇവരതെല്ലാം കേട്ട് ചിരിക്കുകയാണ്, അമാൻഡ ഒഴികെ. പിന്നീട് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ പാട്ടും പേടി എല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് മന്ത്രി നിൽക്കുന്നുണ്ട്. പാവം മന്ത്രിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ നമ്മുടെ ജോഷിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു മരപ്പണിക്കാരനുണ്ടല്ലോ, ഇയാൾ തൊട്ട് ബേക്കിലുണ്ടായിരുന്നു. മന്ത്രി പറയുന്ന ആ ഒരു കാര്യങ്ങൾ മുഴുവൻ കേൾക്കുന്നുണ്ട്. അതായത് ജോഷിയെ കുറിച്ച് പ്രവർക്കുന്നത്. അതുപോലെ ജോഷുവുമായിട്ട് ഒരു ഇച്ചിരി നേരം സംസാരിച്ചപ്പോൾ തന്നെ ഈ ഒരു ആശാരി ഉണ്ടല്ലോ, ഇയാൾക്ക് ജോഷിയോട് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് നല്ലൊരു സൗഹൃദം അവർക്കിടയിലുണ്ടായി. അപ്പൊ ഈ ആശാരി ഒന്നും നോക്കിയില്ല, മന്ത്രിയുടെ വിരൽ നോക്കി ഒരു അടി അടിയാണ് ചുറ്റിയും കൊണ്ട്, അറിയാതെ തട്ടിയതുപോലെ. അപ്പൊ വേദനയും കൊണ്ട് നമ്മുടെ മന്ത്രി ആകെ തുള്ളി പോവാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ കുമാരിമാര് വിചാരിക്കുകയാണ് ഇവരുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് മന്ത്രി വന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു കുമാരി പോയിട്ട് വാ മന്ത്രി നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറയുമ്പോൾ മന്ത്രി പറയണം പോകുരിപ്പുകൾ അവിടുന്ന്. ഇവിടെ കണ്ണിന്ന് പൊന്നിച്ച വാറുകയാണ്. എന്തായാലും ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ മുകളിൽ നിന്നുകൊണ്ട് രാജാവ് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അമാൻഡ പറയണം, നിങ്ങൾ എന്തിനിങ്ങനെ സന്തോഷിക്കുന്നത്? ഇവിടെ ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മളെല്ലാവരും എപ്പോഴും സങ്കടത്തിലിരിക്കണം. വാ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടുന്ന് പോവാണ്. കാരണം രാജാവ് മുകളിൽ നിന്നും എല്ലാം നോക്കുന്നുണ്ട്. എന്തായാലും ഈ സമയത്ത് നമ്മുടെ ജോഷു അവിടെ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പൊ ചുറ്റും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ല നീളത്തിൽ തൂക്കിയിട്ട് ആ ഒരു തുണികള് ഇപ്പൊ ജോഷു കാണുന്നുണ്ട്. അത് പറിച്ചെടുത്ത് അവനൊരു കാര്യം ചെയ്യാണ്. ഒരു ഊഞ്ഞാല് കെട്ടിയിട്ട് അതിൽ കിടന്നിട്ട് സമാധാനമായിട്ട് വളരെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും. കാരണം ഉറങ്ങുന്ന സമയത്തും അവന്റെ മുഖത്തൊരു പുഞ്ചിരിയായിരുന്നു. ഇത് കണ്ട രാജാവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാജാവിന് ഭയങ്കര അസൂയ തോന്നുകയാണ്. ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് മരിക്കാൻ പോവാണ്, എന്നിട്ടും ഇവരെങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? രാജാവ് പതിയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ ആ ഒരു പാവകളുണ്ടല്ലോ ഇതെല്ലാം കയ്യിൽ വെച്ച് ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജോഷുവ കണ്ണു തുറക്കുന്നുണ്ട്. അവിടെ എഴുന്നേൽക്കൊന്നുമില്ല കേട്ടോ. ഇപ്പൊ രാജാവ് ചോദിക്കുകയാണ്, നീ എന്താടാ ഇങ്ങനെ? നിനക്ക് വിഷമവും കാര്യങ്ങളൊന്നുമില്ലേ? വെറും ഒരു പാവക്കളിക്കാരനായിട്ട് നിനക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇതേ സമയത്തിന് ജോഷ ചെറുതായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട്, രാജാവേ നിങ്ങളൊരു രാജാവല്ലേ, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? രാജാവ് ഒന്നും മിണ്ടുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാജാവ് പറയുന്നു, അല്ല നീ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു രാജാവാൻ വേണ്ടി തന്നെയല്ലേ? എന്റെ മക്കളുടെ സീക്രട്ട് കണ്ടുപിടിച്ചാൽ നീ ആണല്ലോ അടുത്ത രാജാവ്. ഇത് കേട്ടപ്പോൾ ജോഷു പറയണ, ഏയ് അതൊന്നുമില്ല, ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ തന്നെ രാജാവേ, ആ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ കണ്ടോ? അവർക്ക് എവിടെയും നിൽക്കണ്ട, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പറന്നു പോവാം, ഈ ലോകം മുഴുവനായിട്ടും കാണാം. അതുപോലെയാണ് ഞാൻ. എന്റെ സന്തോഷത്തിന്റെ രഹസ്യം അതുപോലെ തന്നെയാണ്. അതുപോലെ ആ ഒരു കുമാരിമാർക്കും ആ ഒരു സന്തോഷം
സന്തോഷം നിങ്ങൾക്ക് കൊടുത്തുകൂടെ? പക്ഷെ രാജാവ് നമ്മുടെ ജോഷു പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ഇപ്പൊ കുമാരിമാർക്കും വല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട്, എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ അവൻ മരണപ്പെടുവോ, എന്നിട്ടും എന്താ അവന് യാതൊരു വിഷമവും ഇല്ലാത്ത. അതുപോലെ തന്നെ രാജാവിനും വല്ലാത്തൊരു സംശയമുണ്ട്, ഇനി ഇവനെങ്ങാനും ആ ഒരു സീക്രട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവോ, അതുകൊണ്ടായിരിക്കും ഇത്ര ധൈര്യം. എന്ന മന്ത്രി പറയണേ, ഏയ് രാജാവേ, അതിനൊരു സാധ്യതയില്ല. രാജാവ് എന്തായാലും അത് ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിക്കുന്നു വേണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ 2ാമത്തെ ദിവസവും രാത്രിയായിട്ടുണ്ട്. രാത്രിയായ സമയത്ത് അമാൻഡ ആ ഒരു വൈനുമായിട്ട് ജോഷിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ജോഷി ചോദിക്കുകയാണ്, എല്ലാ ദിവസവും ഇതുപോലെ എനിക്ക് നിങ്ങൾ വൈന് തരുമോ? അമാൻഡ പറയാണ്, എല്ലാ ദിവസവും തരില്ല, നാളെയും കൂടെ തരുന്നു പറയാണ്. അതെന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നതെന്ന് ഇപ്പൊ ജോഷി വെറുതെ നുണ പറയാണ്. പെട്ടെന്ന് തന്നെ അമാൻഡ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വൈന് വേഗം തന്നെ കളയാണ് ജോഷു. എന്നിട്ട് കുടിച്ചതുപോലെ അഭിനയിക്കുകയാണ്. പതിയെ അവൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഉറങ്ങിപ്പോയതുപോലെ അഭിനയിക്കുകയാണ്. ഇപ്പൊ ജോഷിയെ നോക്കിയിട്ട് അമാൻഡ വളരെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അതായത് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇവ മരണപ്പെട്ടു പോകും, എന്നിട്ടും എങ്ങനെയാണ് ഇവനിങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നത്? അതുപോലെ അവന് നോക്കുമ്പോൾ അമാൻഡയ്ക്ക് പാവം തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ അമാൻഡയെ ബാക്കിയുള്ളവർ വിളിക്കുകയാണ്. വേഗം അമാൻഡ ആ ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഈ 12 പേരും അവരുടെ കൈകൾ പരസ്പരം ചേർത്ത് പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു കണ്ണാടിയിൽ ആ പ്രകാശം വരുന്നുണ്ട്. അതായത് ആ ഒരു പോർട്ടൽ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇവർ 12 പേരും വേണം. വേഗം തന്നെ പിന്നീട് 12 പേരും അതിനുള്ളിലേക്ക് പോവാണ്. ഇവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജോഷി ഇപ്പോൾ ആ ഒരു കോട്ട് ഇട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനും ഇവരുടെ പിന്നാലെ തന്നെ ആ മാന്ത്രിക ലോകത്തിലേക്ക് പോവാണ്. കുമാരിമേര് 11 പേരും ഭയങ്കര സന്തോഷത്തിലാണ് ഓടിപ്പോകുന്നത് കേട്ടോ. അവരുടെ പിന്നാലെ തന്നെ ജോഷു ആ ഒരു കോട്ട് ഇട്ടുകൊണ്ടാണ് വരുന്നത്. മുത്തശ്ശി കൊടുത്ത കോട്ടാണ്, അതുകൊണ്ട് ആർക്കും ഇവനെ കാണാൻ കഴിയില്ല. അങ്ങനെ പോകുന്നതിനിടയിൽ ജോഷു അറിയാതെ തന്നെ ഒരു കുമാരിയുടെ ആ ഒരു പാവാടയിൽ, അതായത് അങ്ങനെ തൂങ്ങി കിടക്കുന്ന പാവാടയായിരിക്കുമല്ലോ, അതിൽ ചവിട്ടി പോകുന്നുണ്ട്. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതെങ്ങനെ എന്റെ ഇവിടെ നിന്ന് പോയത്? ഒരു വല്ലാത്ത സംശയത്തിൽ ഇവരെല്ലാവരും കൂടെ അവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ജോഷു ആണെങ്കിൽ പതിയെ പോയിട്ടൊരു ഭാഗത്ത് എന്താ പറയാ ഒരു ചില്ലയുടെ അരികിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ 11 പേര് മുന്നോട്ടേക്ക് പോവാണ്. കൂടെ തന്നെ അമാൻഡിയുണ്ട്. എന്നാൽ അവളുടെ മൂത്ത് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. ജോഷു അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ജോഷു നോക്കുമ്പോൾ ഈ കുമാരിമാർ ഇത്ര സന്തോഷത്തിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയോ? അവിടെ ഉണ്ട് 11 കുമാരന്മാര്. അവരുടെ കൂടെ അടിച്ചു പൊളിച്ച് റൊമാൻസ് ചെയ്യാനാണ് ഈ 11 പേര് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും ഇതിന് ശേഷം ഒരു തോണിയിൽ കയറിയിട്ട് മറ്റെങ്ങോട്ടോ പോവാണ്ട് എല്ലാവരും പോവാണ്. കൂടെ തന്നെ ആ ഒരു കുമാരന്മാരും ഉണ്ട് കേട്ടോ. എന്നാൽ അമാൻഡിക്ക് മാത്രമായിട്ട് ഒരു കുമാരനും ഇല്ല. കാരണം അവൾക്ക് ആരോടും ഇതുവരെയായിട്ട് ഒരു പ്രണയം തോന്നിയിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ജോഷിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവിടെ വല്ലാത്തൊരു ഇളക്കം ഫീൽ ആവുന്നുണ്ട്. നോക്കുമ്പോ എന്താ രാവിലെ തന്നെ മന്ത്രി വന്നിട്ട് നമ്മുടെ ജോഷിയുടെ കവിള് തട്ടുകയാണ്. ഇന്നെങ്കിലും വല്ലതും കണ്ടുപിടിച്ചോന്ന് ഇപ്പൊ ജോഷിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ജോഷി ചിരിച്ചുകൊണ്ട് തന്നെ ഒന്നും കണ്ടുപിടിച്ചില്ല എന്ന് പറയണേ. അപ്പൊ തന്നെ മന്ത്രിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. യെസ്, ഒരു ദിവസം കൂടെ, അത് കഴിഞ്ഞാൽ ഇവനങ്ങൾ തൂക്കിലേറ്റാലോ. ഇപ്പൊ രാജാവിനെ നോക്കുകയാണെങ്കിൽ ആ ഒരു പെൺപിള്ളേരുടെ, അതായത് കുമാരിമാരുടെ ഷൂ നോക്കുമ്പോൾ ഇന്നും അതിൽ ഓട്ട് വീണിട്ടുണ്ട്. ഇന്നലെയും രാത്രി അവർ പോയിട്ടുണ്ട് എന്ന് രാജാവിന് മനസ്സിലായി. ഭയങ്കര ദേഷ്യവും സങ്കടം വരുന്നുണ്ട്. എന്നാൽ എപ്പോഴും കിടന്ന് കൂക്കുന്നത് പോലെ രാജാവ് പൊച്ചയും വിളിയൊന്നും ഉണ്ടാക്കുന്നില്ല. അതെല്ലാം അടക്കി പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ അമാൻഡയെ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ്. ഒരു ദിവസം കൂടെ ഉള്ളൂ ജോഷു മരിക്കാനായിട്ട്. അപ്പം മരിക്കാതിരിക്കാനായിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അവൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ, ഇതറിയാൻ വേണ്ടി പതി അവന്റെ റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ എന്താ പറയാ നൈസായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഉറങ്ങുകയാണ്. അമാൻഡയ്ക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം അടക്കാൻ പറ്റുന്നില്ല. ഇവൻ എന്താ ഇങ്ങനെ മരണത്തിന് ഒന്നും ഒരു പേടിയില്ലേ, എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്? ഇപ്പൊ ജോഷിയോട് അമാൻഡ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് വല്ല പദ്ധതി ഉണ്ടോ, നീ നാളെ മരിക്കാൻ പോവല്ലേ, നിനക്ക് അതിനെ കുറിച്ച് ആലോചിച്ചൊരു പേടിയില്ലേ ചോദിക്കുമ്പോൾ ജോഷി വേഗം എഴുന്നേൽക്കാണ്. ഓഹോ, എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സങ്കടമൊക്കെ വരുന്നുണ്ടല്ലേ എന്ന് എഴുന്നേറ്റ സമയത്ത് അവൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അമാൻഡ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഒഴിവായി പോവാണ്. എന്നാൽ അമാൻഡയ്ക്ക് മാത്രമല്ല ബാക്കിയുള്ള 11 കുമാരിമാർക്കും ടെൻഷൻ ഉണ്ട്. വെറുതെ ഒരു നിരപരാധി പാവമാണ് ജോഷുവ. ഇവരോടൊക്കെ നല്ല കമ്പനിയാണ്. അവൻ മരിക്കാൻ പോവാണല്ലോ, പക്ഷെ അവൻ എങ്ങനെ രക്ഷപ്പെടുത്തും? സീക്രട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ രാജാവിനോട് പറയും, പിന്നെ നമ്മുടെ ഈ ഒരു കളിയെല്ലാം വിളിച്ചതാവും, പിന്നെ ആ ഒരു മാന്ത്രിക ലോകത്തിലേക്ക് നമുക്ക് പോവാൻ പറ്റാതെയാവും. അപ്പൊ ഈ ഒരു കുമാരിമാർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിയുന്നില്ല. പക്ഷെ കുമാരിമാര് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ജോഷിക്ക് ഒരു കാര്യം അറിയില്ല എന്നാ അവൻ എല്ലാ കാര്യം അറിയാതാനും. ഇപ്പൊ ജോഷു നോക്കുകയാണെങ്കിൽ അവൻ കൊട്ടാരത്തിന് പുറത്തായിട്ട് തുണി വെച്ച് ഒരു ഊഞ്ഞാലുണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ പോയിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ്. അതായത് അവന് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. എന്നാൽ ഉറങ്ങുന്ന സമയത്ത് മുഖത്ത് നല്ലൊരു പുഞ്ചിരിയാണ്. രാജാവ് വീണ്ടും അവന്റെ അടുത്തേക്ക് വരികയാണ്. എടാ എടാ എടാ, നീ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണോ നീ ഇത്ര സന്തോഷത്തിൽ ഉറങ്ങുന്നത്? നിനക്ക് പേടിയൊന്നുമില്ലേ? ഇത് കേട്ടപ്പോൾ ജോഷു പറയാണ്, എന്റെ പൊന്നുരായാവേ, നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊന്നും ആലോചിച്ചല്ല ഞാൻ ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. ഈ നിമിഷത്തിൽ ഞാൻ എങ്ങനെയാണോ ഞാൻ അതുപോലെ ജീവിക്കും. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ തന്നെ രാജാവേ, നിങ്ങൾ എപ്പോഴും കൊട്ടാരത്തിന്റെ ഉള്ളിലല്ലേ, അവിടുത്തെ സിംഹാസനത്തിലല്ലേ ഇരിക്കാറ്? ഈ ഊഞ്ഞാല് പറ്റുകയാണെങ്കിൽ ഒന്ന് ഇരുന്ന് നോക്കിയെന്ന് പറയാം. രാജാവിനും ഒരു അതിർപ്പവും അതിശയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജാവും ആ ഒരു ഊഞ്ഞാല് കയറിയിരിക്കുകയാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ കണ്ണു അടച്ച് ആടുന്നുണ്ട്. രാജാവിന് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ രാജാവിനോട് ജോഷി ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഇനി എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അതൊന്നും നമ്മളിങ്ങനെ തലയിലും വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു നിമിഷത്തിൽ ജീവിക്കണം രാജാവേ, സന്തോഷത്തിൽ ജീവിക്കണം. എന്തായാലും രാജാവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ജോഷിയും കൂടെ സൗഹൃദപരമായിട്ട് സംസാരിക്കുന്നത് മന്ത്രി കാണുന്നുണ്ട്. തീരെ സഹിക്കാൻ പറ്റുന്നില്ല, കാരണം തീരെ അസൂയല്ലേ. അപ്പോഴും മന്ത്രി ഉള്ളിൽ വിചാരിക്കുന്നത് ഒരു ദിവസം കൂടെയല്ലേ, നാളത്തോടെ അവന്റെ കഥ തീരുമല്ലോ. അങ്ങനെ 3ാമത്തെ ദിവസവും രാത്രിയായിട്ടുണ്ട്. ഈ കുമാരിമാർക്ക് ആ ഒരു മാന്ത്രിക ലോകത്തിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ല കേട്ടോ.
11 പേരും അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കാണ്. എന്നാൽ അമാൻഡയ്ക്കാണെങ്കിൽ പോകാൻ മനസ്സ് വരുന്നേ ഇല്ല. പോകുന്നതിന് മുന്നേ ആയിട്ട് അവൻ ഉറക്കി കിടത്തണല്ലോ. അപ്പൊ ആ ഒരു വൈനുമായിട്ട് അമാൻഡ നേരെ അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോഴും നല്ല നൈസായിട്ട് തന്നെ ജോഷുവ അമാൻഡയെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അമാൻഡ ചോദിക്കുന്നുണ്ട്, നിനക്കൊരു പേടിയില്ലേ? നാളെ കൊണ്ട് നീ മരിക്കാൻ പോവാണ്, നിന്റെ കഴുത്തൊടിഞ്ഞ് മരിക്കാൻ പോവാണ്, എന്നിട്ട് എന്താടാ നിനക്കൊരു ദുഃഖമില്ലാത്തത്? ഇപ്പൊ ജോഷു ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അമാൻഡയോട് പറയാണ്, എന്റെ കാര്യം ആലോചിച്ചിട്ട് നിനക്ക് വിഷമാകുന്നുണ്ടോ? ഞാൻ മരിക്കാതിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജോഷു ആ ഒരു സംസാരം നിർത്തുകയാണ്. മാത്രമല്ല അമാൻഡയുടെ കയ്യിൽ നിന്നും ആ ഒരു വൈന് മേടിച്ച് അവളുടെ ശ്രദ്ധ മാറ്റി അത് പിറകിലേക്ക് കളഞ്ഞ് അത് കുടിച്ചതുപോലെ അഭിനയിച്ച് ഉറങ്ങിയതുപോലെ അഭിനയിക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് അമാൻഡയ്ക്ക് അവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല. അവൾ കരയാണ്. പാവം നമ്മുടെ ജോഷു നോക്കിയിട്ട് നാളെ രാവിലെ അവൻ മരിക്കുമല്ലോ. പിന്നീട് അവന്റെ അടുത്ത് ഇരുന്ന് കുറച്ചു നേരം അവനെ നോക്കി അങ്ങനെ കരഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ അമാൻഡ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 11 പേരുടെ കൂടെ ചെന്ന് നിൽക്കുകയാണ്. അവരുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അങ്ങനെ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയി അതിനുള്ളിലേക്ക് അവർ പോവുകയാണ്. ഇവർ പോയാൽ ഇവരുടെ കൂടെ തന്നെ ആരും വരും? ജോഷുവും വരും. എന്നാൽ ജോഷുവയെ ഇവർക്കാർക്കും കാണാൻ കഴിയില്ലല്ലോ. എന്തായാലും ഇവർ ആ ഒരു തോണി കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ജോഷു ഉണ്ട്. അങ്ങനെ തോണി കടന്ന് ആ ഒരു പുഴയുടെ മാന്ത്രിക ലോകത്തിലെ പുഴയുടെ അപ്പുറത്തേക്ക് എത്തിയ സമയത്ത് ഈ 11 കുമാരന്മാരും 11 കുമാരിമാരും അവരുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുകയാണ്. അതും ഭയങ്കര സന്തോഷത്തില്. എന്നാൽ ആ കൂട്ടത്തില് ഒരു നിരാശയില് സന്തോഷിക്കാതെ ഒരു ശോകഭാവത്തില് അമാൻഡ അങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവൾ അവളുടെ അച്ഛനെ പോലെയാണ്. സന്തോഷിക്കാൻ എന്തോ വലിയ താല്പര്യമില്ലാത്ത ഒരാളെ തോന്നുന്നു. എന്നാൽ അമാൻഡയെ അങ്ങനെ വിടാനായിട്ട് ജോഷിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ജോഷിക്ക് അവളോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു പ്രണയം ജോഷു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അവന്റെ അരികിൽ ഇരുന്നുകൊണ്ട് അമാൻഡ അങ്ങനെ കുറെ നേരം കരഞ്ഞിട്ട് പോയത്. പിന്നീട് ഈ ജോഷു നേരെ വന്നിട്ട് അമാൻഡയെ പിടിക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അമാൻഡയ്ക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ജോഷുവിനെ അവൾക്ക് കാണുന്നില്ലല്ലോ. പിന്നീട് അമാൻഡയും കൂട്ടിയിട്ട് ജോഷു ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടുകൊടുക്കുന്ന ബാക്കിയുള്ള എല്ലാവരും നൃത്തം നിർത്തുകയാണ്. എല്ലാവരും അമാൻഡയെ തന്നെ നോക്കുകയാണ്. ഇതെന്താ കാണുന്നത്? അമാൻഡ ഡാൻസ് കളിക്കുക. ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ ആ ഒരു ഇച്ചിരി നേരം കൊണ്ട് ആ ഒരു നൃത്തം നന്നായിട്ട് തന്നെ അമാൻഡ എൻജോയ് ചെയ്യാണ്. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും അറിയുന്നില്ല. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ജോഷയെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവന്റെ കഴുത്തിൽ ആ ഒരു കയറിട്ടിട്ടുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ മരിക്കാൻ പോവാണ്. അപ്പോഴും എല്ലാവരെയും നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇതേ സമയത്ത് രാജാവ് ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെയായിട്ടും ആ ഒരു രഹസ്യം കണ്ടുപിടിച്ചിട്ടില്ലേ? മരിക്കാൻ നീ തയ്യാറാണോ? എന്നാൽ ചിരിച്ചുകൊണ്ട് തന്നെ ജോഷു പറയാണ്, രാജാവേ, നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ ഞാൻ വെറുതെ ഉറങ്ങുകയായിരുന്നില്ല. ഇവരുടെ രഹസ്യം തേടി പോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജാവ് പറയാണ്, എന്നാ പിന്നെ നിനക്കത് പറഞ്ഞൂടെ? വെറുതെ അനാവശ്യമായിട്ട് എന്തിനാ മരിക്കാൻ നിൽക്കുന്നത്? എന്നാൽ ആ നേരത്ത് കുമാരിമാരെല്ലാവരെയും നോക്കിയിട്ട് ജോഷു പറയാണ്, ആ ഒരു രഹസ്യം രാജാവിനോട് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ സന്തോഷം ഇല്ലാതാവും. അതിന് ഞാൻ കാരണക്കാരനാവും. അതിനെന്തായാലും ഞാൻ നിൽക്കുന്നില്ല. ഈ 12 കുമാരിമാരുടെയും സന്തോഷം കളഞ്ഞുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ടെന്ന് പറയണം. എന്നാൽ രാജാവും മന്ത്രിയും ആരും ഈ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിന്റെ തെളിവായിട്ട് ജോഷു അവന്റെ ആ ഒരു കോട്ടിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു മാന്ത്രിക ലോകത്തിലെ ആ ചെടികൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ശരിയാണ്, ഇവൻ പറഞ്ഞത് സത്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോയത് അമാൻഡ അടക്കം ആ ഒരു 12 രാജകുമാരിമാരാണ്. കാരണം ഇത്രയും ദിവസം ഇവർ കരുതിയത് ഇവരുടെ ആ ഒരു രഹസ്യം ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നാ. എന്നാൽ നേരത്തെ തന്നെ വന്ന ആ ദിവസം തന്നെ ജോഷു ആ രഹസ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞിട്ടാണ് കുമാരിമാര് എല്ലാവരും ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് ഏറ്റവും കൂടുതൽ വെപ്രാളം കാണിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മന്ത്രിയാണ്. രാജാവ് എന്ത് നോക്കി നിൽക്കുക? അവനെ വേഗം തന്നെ തൂക്കിക്കൊല്ല്. കാരണം ഇവനെങ്ങാനും ആ ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവന് രാജാവ് പിടിച്ച് രാജാവാക്കും. ഏതെങ്കിലും ഒരു മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. മന്ത്രിയാകണമെന്ന് എന്താ പറയാ, വിറക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ മന്ത്രിയെ നോക്കിയിട്ട് രാജാവ് പറയാണ്, മന്ത്രി, നിങ്ങൾ എന്തേ പറയുന്നത്? എന്റെ മക്കളുടെ സന്തോഷം ഇല്ലാതാക്കാനാണോ? ഇത്രയും കാലം എന്റെ കൂടെ നിന്നുകൊണ്ട് എന്റെ തലയിലേക്ക് അനാവശ്യമായ കാര്യങ്ങൾ മുഴുവൻ ഊതി തന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നീ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ എന്റെ മക്കളുടെ സന്തോഷം നോക്കുകയാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത രാജാവ് അത് മറ്റാരുമല്ല, ജോഷുവാണ്. ജോഷുവ, ഇങ്ങോട്ടേക്ക് വാ. എന്റെ 12 കുട്ടികളുണ്ട് ഇവിടെ. ആരെയാണ് നിനക്ക് വേണ്ടത്? ആരെ ചോദിച്ചാലും ഞാൻ വിവാഹം കഴിച്ചിരുന്നു അറിയണം. ഇതേ നേരം തന്നെ ആ 12 പേരും അവിടെ പോയി നിൽക്കുന്നുണ്ട്. ജോഷു നേരെ പോകുന്നത് നമ്മുടെ അമാൻഡയുടെ അടുത്തേക്കാണ്. അമാൻഡയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നിന്റെ കൂടെ നൃത്തം കളിച്ചത് ധാരാളം മനസ്സിലായോ? ഞാൻ തന്നെയാണ്. ആ നൃത്തം നിനക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ എന്റെ കൂടെ ജീവിക്കാൻ വരുന്നു. എന്നാൽ ഇത് കേട്ട ഈ ഒരു അമാൻഡ ഉണ്ടല്ലോ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം ജോഷുവോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല. പകരം ഈ അമാൻഡ ജോഷു വിവാഹം കഴിച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 11 പേർക്ക് ആ ഒരു മാന്ത്രിക ലോകത്തിലേക്ക് പോകാൻ കഴിയില്ല. ഇവർ 12 പേരുണ്ടെങ്കിലേ പോകാൻ കഴിയുള്ളൂ. സോ അവരുടെ സന്തോഷം കെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് അമാൻഡ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ഇതേ സമയത്തിന് ജോഷു ഉണ്ടല്ലോ രാജാവിനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, രാജാവേ, എനിക്ക് എന്തായാലും നിങ്ങളുടെ സ്ഥാനമൊന്നും വേണ്ട കേട്ടോ. ഒരു നാടോടിയായിട്ട് ലോകം മുഴുവൻ ഞാൻ ചുറ്റിക്കറങ്ങി അങ്ങനെ നടന്നോളാം. അതുപോലെ ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ പൂർണ്ണ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവളെ വിവാഹം കഴിക്കുകയുള്ളൂ. അപ്പൊ രാജാവ് എനിക്ക് വെച്ച് നീട്ടിയ ഈ സൗഭാഗ്യം ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ജോഷു അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള 11 പേരും അമാൻഡയോട് പറയുന്നുണ്ട്, അമാൻഡ, അവൻ അത്രയും നിന്നെ പ്രണയിക്കുന്നുണ്ട്. നല്ല ലൈഫാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അത് നീ വേണ്ടാന്ന് വെക്കരുത് പ്ലീസ്. ദയവ് ചെയ്തിട്ട് നീയെങ്കിലും റിയാലിറ്റി ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു സുഖവും സന്തോഷവും അനുഭവിക്കുക. നീ അവന്റെ അടുത്തേക്ക് പോകുന്നു. ഈ 11 പേരും കുറെ നേരം നിർബന്ധിച്ചപ്പോൾ അവസാനം അമാൻഡ അത് സമ്മതിക്കുകയാണ്. അവൾ ഓടി ചെല്ലുകയാണ്. ജോഷുവെ വിളിക്കുന്നുണ്ട്. ഓടിച്ചെന്ന് അവന്റെ കൈ പിടിച്ചിട്ട് പറയാണ്,
ജോഷുവ എന്നോടൊന്നും തോന്നരുത്. എന്റെ സഹോദരിമാരുണ്ടല്ലോ, അവരുടെ സന്തോഷം അത് നഷ്ടമാകരുത് എന്ന് കരുതിയിട്ടാണ് അവിടെ വെച്ച് ഞാനൊന്നും മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പൊ എനിക്ക് എല്ലാത്തിനേക്കാൾ വലുത് നീയാണ് ജോഷുവ. ഇതും പറഞ്ഞ് അവന് കെട്ടിപ്പിടിച്ച് അവനൊരു ചുംബനം നൽകുകയാണ്. ആ ഒരു ചുംബനം നൽകിയതോട് കൂടിയിട്ട് പെട്ടെന്ന് അവിടെ ആ ഒരു പോർട്ടൽ അത് ഓപ്പൺ ആയി വരുന്നുണ്ട്. ആ മാന്ത്രിക ലോകത്തിൽ കുടുങ്ങിക്കിടന്ന ആ 11 കുമാരന്മാരും ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. അപ്പൊ ആ 11 പേരെ കണ്ടപാട് ബാക്കിയുള്ള 11 കുമാരിമാരും ഓടിച്ചെന്ന് അവരെയും കെട്ടിപ്പിടിക്കുകയാണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ശാപമായിരുന്നു. ആ ശാപം തീർക്കാനായിട്ട് ആ മുത്തശ്ശി വഴി വന്ന ആളാണ് നമ്മുടെ ജോഷുവ. എന്നാൽ മുത്തശ്ശി അതൊരു സാധാരണ മുത്തശ്ശിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല. അത് മന്ത്രവാദിയായിട്ടുള്ള ഒരു മുത്തശ്ശി തന്നെയാണ്. ചിലപ്പോ അവർ തന്നെ കൊടുത്ത ആ ഒരു ശാപത്തെ ഇല്ലാതാക്കാനായിട്ട് ഇത്രയും നാളും ആ ഒരു മുത്തശ്ശി നല്ലൊരാളെ തിരഞ്ഞു നടക്കായിരുന്നു. അങ്ങനെയാണ് ജോഷുവെ കിട്ടിയത്. ജോഷുവിലൂടെ തന്നെ ഈ ഒരു ശാപത്തെ ഇല്ലാതാക്കാണ്. പിന്നീട് എന്തായാലും ഈ 12 പേർക്കും ഇപ്പോ കുമാരന്മാരായല്ലോ. ഇവരെന്തായാലും ഇനി ഈ ഒരു കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോഷുവയുടെ ആ ഒരു വാക്കുകൾ, അവന്റെ പ്രവൃത്തികൾ, ഇതെല്ലാം രാജാവിന് ഭയങ്കരമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബോധിച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ ശരികളല്ല ശരികൾ, ജോഷുവയുടെ ശരികളാണ് ശരികൾ. അവൻ പറഞ്ഞതാണ് നേര്. അതുപോലെ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പൊ രാജാവ് ഇനി മുതൽ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഇവിടെ തീരുകയാണ് കേട്ടോ ഈ ഒരു സിനിമ. വളരെ കൂളായിട്ടുള്ള, എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ നോക്ക്. വെറുതെ ഒരുപാട് ദുഃഖങ്ങൾ ഇതൊന്നും തലയിൽ വെച്ച് നടക്കാതെ ഭാവിയെ പറ്റിയും ഭൂതകാലത്തെ പറ്റിയൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കാതെ ഇപ്പൊ എന്താണോ അതിൽ ജീവിക്കാന്നൊക്കെ പറയാണ് ഈ ഒരു സിനിമ. എന്തായാലും കഥ ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.